ലവ്ലി ഷൗട്ട്സിൻ്റെ LDC LP UP എക്സാമിന് വേണ്ടിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ്. ഈ വരുന്ന എക്സാമുകൾക്ക് വേണ്ടി മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളിലെ പല ക്വസ്റ്റ്യൻസും ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ തന്നെ റിവൈസ് ചെയ്തു വരുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ PSCയുടെ ചോദ്യങ്ങൾ ആവർത്തിച്ച് പഠിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ് എന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻസ്: ഔധ്, കാൺപൂർ, മീററ്റ്, ഫൈസാബാദ്. ആൻസർ മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, ജ്യോതിറാവു ഫുലെ. ഇതിലാരെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തതേത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്, ചമ്പാരൻ സമരമുണ്ട്, നിസ്സഹകരണ സമരമുണ്ട്, ഉപ്പ് സത്യാഗ്രഹമുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ പെടുന്നു? ലാൽ ബാൽ പാൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ പെടുന്ന കൂട്ടുകെട്ടാണ്? മിതവാദി കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം, ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ലാൽ ബാൽ പാൽ എന്ന് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട 3 കൂട്ടുകെട്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: ജുനഗഡ്, പഞ്ചാബ്, ഹൈദരാബാദ്, കാശ്മീർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉൾപ്പെടാത്തതാണ് പഞ്ചാബ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് പഞ്ചാബ്. കാശ്മീരും ഹൈദരാബാദും ജുനഗഡൊക്കെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ഉണ്ട്, HN കുൻസ്രു ഉണ്ട്, KM പണിക്കരുണ്ട്. ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫസൽ അലി. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നത്. ഫസൽ അലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, പോറ്റി ശ്രീരാമലു, അല്ലൂരി സീതാരാമരാജു, ടി പ്രകാശം. ആൻസർ ഓപ്ഷൻ ബി ആണ്, പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി നിരാഹാരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമായിരുന്നു? വ്യാവസായിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഇതിലേതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം. മംഗൾയാൻ, ആര്യഭട്ട, ചന്ദ്രയാൻ, ഭാസ്കര. ആൻസർ ഓപ്ഷൻ എ, മംഗൾയാൻ. മംഗൾയാനാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം, മംഗൾയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. ഇതിലേതാണ് ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3, ഭാഗം 2, ഭാഗം 4, ഭാഗം 4A. ആൻസർ ഭാഗം 4A, അതായത് ഓപ്ഷൻ ഡി ആണ്, ഭാഗം 4A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 2 ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 6. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തതേത്? നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ പെടാത്തതേത്? ഓപ്ഷൻസ് ആണ്, ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ആൻസർ ഓപ്ഷൻ ബി ആണ്, യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളേവ? ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ചൈന, ശ്രീലങ്ക, മാലിദ്വീപ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ആൻസർ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്, ശ്രീലങ്ക, മാലിദ്വീപ്. ശ്രീലങ്കയും മാലദ്വീപുമാണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ അയൽ രാജ്യങ്ങൾ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, കാരക്കോറം. കാരക്കോറം മലനിരയിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സഹാറ, താർ, അറ്റകാമ, കലഹാരി. ആൻസർ ഓപ്ഷൻ ബി, താർ മരുഭൂമി. താർ മരുഭൂമിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരപർവ്വത മേഖല, കിഴക്കൻ തീര സമതലം. ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തരമഹാസമുദ്രം. ഉത്തരമഹാസമുദ്രത്തെയാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ തെക്കേയറ്റമായി കണക്കാക്കപ്പെടുന്ന പ്രദേശം ഏത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ തെക്കേയറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ദിര പോയിന്റ്. ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേയറ്റമായി കണക്കാക്കപ്പെടുന്ന പ്രദേശം, ഇന്ദിര പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആണവ നിലയം, ജലവൈദ്യുത നിലയം, താപവൈദ്യുത നിലയം, സൗരോർജ നിലയം. ആൻസർ താപവൈദ്യുത നിലയമാണ്. അപ്പോൾ ആൻസർ 3 മാത്രമാണ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് 3 മാത്രം. അതായത് താപവൈദ്യുത നിലയമാണ് കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നത്, താപവൈദ്യുത നിലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ജലപാത 3. ജലപാത 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 മാത്രമാണ്, ഓപ്ഷൻ സി ആണ് 3 മാത്രം. ദേശീയ ജലപാതയാണ് 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? പള്ളിപ്പുറം കോട്ട, പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട. നമുക്കറിയാം ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ടയാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം. 3 മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തേക്കടി, ഇരവിക്കുളം, വയനാട്, പീച്ചി. ആൻസർ ഓപ്ഷൻ ആൻസർ പീച്ചിയാണ്. അപ്പോൾ 4 മാത്രമാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 1 മാത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ്, 25. ബി ആണ് ഓപ്ഷൻ ആൻസർ. അതായത് 1 മാത്രം, 1 ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ 25 MCQ ക്വസ്റ്റ്യൻ രൂപത്തിലാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വരുന്ന LP, UP, അതേപോലെ തന്നെ LDC എക്സാം, LGS, LGX എക്സാം മെയിൻ, ഇവക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ ആവർത്തിച്ചതാണ്. ഇതേപോലെ ധാരാളം ക്വസ്റ്റ്യൻസും ആവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.